സുഹൃത്തുക്കളെ, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള KSWDC വനിതകൾക്ക് സ്വയം തൊഴിൽ വായ്പകൾ നൽകുന്നു. അതായത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ അതിവേഗത്തിൽ വായ്പകൾ ലഭിക്കുന്ന പദ്ധതി. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വായ്പ നൽകുന്നത്. ഏതാണ്ട് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഒന്നുകിൽ വസ്തുജാമ്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം, ഇതിലൂടെ വ്യക്തിഗതമായിട്ടുള്ള ലോണാണ് നൽകുന്നത്. ഇതിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ന്യൂനപക്ഷ വിഭാഗം, പിന്നോക്ക വിഭാഗം, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, പൊതുവിഭാഗം ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ ന്യൂനപക്ഷ സമുദായത്തിൽ വരുന്നവർ. പിന്നോക്കം എന്ന് പറയുമ്പോഴത്തേക്ക് OBC പോലെയുള്ള വിഭാഗത്തിൽപ്പെടുന്നവർ, പട്ടികജാതി വിഭാഗം, അതുപോലെ പട്ടികവർഗം, അതുപോലെ തന്നെ പൊതുവിഭാഗം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഈ പറയുന്ന വിഭാഗങ്ങൾ അപ്പോൾ അതിനെല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ ഇവർക്ക് വാർഷിക വരുമാന പരിധിയിൽ ഈ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തതയുണ്ട്. പിന്നോക്ക വിഭാഗമാണെങ്കിൽ ഏകദേശം 8 ലക്ഷം രൂപ വരെയാണ് വരുമാന പരിധി. ന്യൂനപക്ഷ വിഭാഗമാണെങ്കിൽ അതിന് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ക്രെഡിറ്റ് ലൈൻ 1 എന്നും ക്രെഡിറ്റ് ലൈൻ 2 എന്നും. 1-ലാവുമ്പോഴത്തേക്ക് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഏതാണ്ട് 98,000 രൂപയും, നഗരപ്രദേശങ്ങളാകുമ്പോഴത്തേക്ക് ഏതാണ്ട് 1,20,000 രൂപ. ക്രെഡിറ്റ് ലൈൻ 2 എന്ന് പറയുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 3 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുണ്ട്. അതുപോലെ പ്രായപരിധി 18 മുതൽ 55 വയസ്സ് വരെയാണ് പറയുന്നത്. പിന്നീട് യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ SSLC നിർബന്ധമല്ല എങ്കിലും SSLC വിജയിച്ചവർക്ക് ഒരു ആനുകൂല്യമുണ്ട്. ആനുകൂല്യം എന്ന് വെച്ചാൽ മുൻഗണനയുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസം ആവശ്യമുള്ള തൊഴിലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ പരിചയത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, അത് ITA പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമുള്ള തൊഴിലാണെങ്കിൽ അത്. അപ്പോൾ അത്തരത്തിലൊരു യോഗ്യത അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത നിലവിൽ പറയുന്നില്ല. പിന്നീട് പറയുകയാണെങ്കിൽ വസ്തുജാമ്യം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ജാമ്യം നമ്മൾ പറഞ്ഞു. അതിൽ വസ്തുജാമ്യം എന്ന് പറയുമ്പോൾ 5 സെൻറ്റിൽ കുറയാത്ത വസ്തുവിൻ്റെ പ്രമാണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ള രേഖകൾ നമ്മൾ സാധാരണ ലോണിന് എടുക്കുന്നത് പോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും നമുക്ക് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ ലൊക്കേഷൻ, അതുപോലെ തന്നെ കുടിക്കട ബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളെല്ലാം ഹാജരാക്കണം. ഉദ്യോഗസ്ഥ ജാമ്യമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ്റെ ജാമ്യം മതി. അത് ഏകദേശം 12% കുറയാത്തത്, നമ്മൾ വായ്പാ തുക ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശമ്പളം 12% കുറയാത്തതായിരിക്കണം. എന്നാൽ 5 ലക്ഷത്തിൽ കൂടുതലാണ് വായ്പ ആവശ്യപ്പെടുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ 2 ഉദ്യോഗസ്ഥരെ ജാമ്യം വയ്ക്കണം. അതുപോലെ തന്നെ അവർക്ക് പിരിയുന്നതിനായിട്ട് 7 വർഷത്തോളം അവർ വിരമിക്കൽ പ്രായം 7 വർഷത്തിൽ മുകളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ള ജാമ്യമൊന്നും വെച്ചിട്ടുള്ള അങ്ങനെയുള്ള സാധാ ഏത് ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥ ജാമ്യം പോലെയുള്ള വ്യവസ്ഥകൾ തന്നെയാണ് അതിൽ കൂടുതലായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ അതിൽ പെൻ നമ്പർ, അവരുടെ പെൻഷൻ തീയതി, അതെല്ലാം വ്യക്തമായിട്ട് നമുക്കത് ഈ ലോണുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് അവിടുന്ന് ഉള്ള അറിയിപ്പിൽ അതെല്ലാം അവർ പറഞ്ഞു തരും, വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് ആ രീതിയിൽ പാലിക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു ഫണ്ട്, അവരുടെ സുരക്ഷാ ഫണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ തുകയുടെ അനുസരിച്ച് 250 രൂപ, 500 രൂപ. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു സുരക്ഷാ ഫണ്ടാണ്, നമുക്ക് തിരിച്ചു കിട്ടും. പിന്നീട് വായ്പയ്ക്ക് അതിനോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ പറയുകയാണെങ്കിൽ, ജാതി രേഖപ്പെടുത്താനായിട്ട് SSLC ബുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ രജിസ്റ്ററിൻ്റെ പകർപ്പ്, പിന്നെ റേഷൻ കാർഡ്, ആധാർ, വില്ലേജ് ഓഫീസിൽ നിന്ന് ഓൺലൈൻ വഴി നമ്മൾ എടുക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റോ മറ്റേതെങ്കിലും രേഖകൾ. അതുപോലെ തന്നെ ഈ വയസ്സിൻ്റെ ജാതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ
അത് തെളിയിക്കുന്നതിനുള്ള ഒരു ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതുപോലെ സാങ്കേതിക പരിജ്ഞാനം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ആണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ആയത് തെളിയിക്കുന്ന ITI സർട്ടിഫിക്കറ്റ് പോലെയുള്ളത് വേണ്ടി വരും. വിധവയോ വികലാംഗിയോ ഒക്കെ ആണെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ നമ്മൾ തുടങ്ങുന്ന പ്രോജക്റ്റിൻ്റെ ഒരു റിപ്പോർട്ടും അതിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്.